സമരത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാലയളവ് പ്രസ്തുത കാലയളവിൽ വേതനത്തിന് അർഹതയുണ്ടാവുന്നതല്ല. ഡയസ് നോൺ കാലയളവിൽ ഇൻക്രിമെന്റ്, അർദ്ധവേതനാവധി, പെൻഷൻ എന്നിവയ്ക്ക് പരിഗണിക്കും. എന്നാൽ പ്രൊബേഷൻ, ആർജിതാവധി എന്നിവയ്ക്ക് പരിഗണിക്കുന്നതല്ല. പ്രൊബേഷൻ കാലയളവ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ നേരിട്ടുള്ള നിയമനം 3 വർഷത്തെ തുടർച്ചയായ സേവനത്തിൽ 1 വർഷത്തെ ഡ്യൂട്ടി പീരീഡ്. ബൈ പ്രൊമോഷൻ നിയമനം 2 വർഷത്തെ തുടർച്ചയായ സേവനത്തിൽ 1 വർഷത്തെ ഡ്യൂട്ടി പീരീഡ്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ ഒഴികെയുള്ള മറ്റു ജീവനക്കാർ ബൈ ട്രാൻസ്ഫർ നിയമനം 3 വർഷത്തെ തുടർച്ചയായ സേവനത്തിൽ 2 വർഷത്തെ ഡ്യൂട്ടി പീരീഡ്. ബൈ പ്രൊമോഷൻ നിയമനം 2 വർഷത്തെ തുടർച്ചയായ സേവനത്തിൽ 1 വർഷത്തെ ഡ്യൂട്ടി പീരീഡ്. നേരിട്ടുള്ള നിയമനം 3 വർഷത്തെ തുടർച്ചയായ സേവനത്തിൽ 2 വർഷത്തെ ഡ്യൂട്ടി പീരീഡ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നിയമനത്തിന് പ്രത്യേക മാതൃകയിൽ ഒരു സിവിൽ സർജന്റെ പദവിയിൽ താഴെയല്ലാത്ത ഒരു സിവിൽ മെഡിക്കൽ ഓഫീസർ, സിവിൽ സർജന്റെ പദവിയിലുള്ള ഒരു ഓണറി മെഡിക്കൽ ഓഫീസർ, നാട്ടുചികിത്സാ വകുപ്പ് ഡയറക്ടർ എന്നിവരിൽ ആരെങ്കിലും ഒപ്പിട്ടിരിക്കേണ്ടതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് നിയമനത്തിനുള്ള വ്യവസ്ഥകളിൽ മെഡിക്കൽ പരിശോധന ഉൾപ്പെട്ട മത്സര പരീക്ഷ വഴി തെരഞ്ഞെടുക്കപ്പെടുന്നവർ, ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള തസ്തികകളിൽ 3 മാസത്തിനു താഴെ താൽക്കാലിക ഒഴിവുകളിൽ നിയമിക്കപ്പെടുന്നവർ, ലാസ്റ്റ് ഗ്രേഡ് സർവീസിൽ 6 മാസത്തിൽ കുറഞ്ഞ താൽക്കാലിക ഒഴിവുകളിൽ നിയമിക്കപ്പെടുന്നവർ, പെൻഷൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥൻ പെൻഷൻ പറ്റിയ ഉടനെ നിയമിക്കപ്പെടുമ്പോൾ, സർവീസിൽ നിന്നും പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു ജീവനക്കാരന്റെ ശമ്പളവും ഭത്തകളും പിരിച്ചുവിട്ട അല്ലെങ്കിൽ നീക്കം ചെയ്ത തീയതി മുതൽ പ്രാബല്യത്തിൽ റദ്ദാവുന്നതാണ്. സസ്പെൻഷൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ശിക്ഷ അല്ലാത്തതിനാൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ജീവനക്കാരൻ പ്രസ്തുത കാലയളവിൽ ഉപജീവന ഭത്തയ്ക്ക് അർഹതയുള്ളതാണ്. ഇങ്ങനെ സസ്പെൻഷനിലായ ഒരു ജീവനക്കാരനെ മുൻകാല പ്രാബല്യത്തിൽ പിരിച്ചുവിടുന്ന പക്ഷം ഇതിനോടകം നൽകിയ ഉപജീവന ഭത്ത തിരിച്ചുപിടിക്കേണ്ടതില്ല. ഉപജീവനഭത്തയിൽ നിന്നും നിർബന്ധമായും കുറവ് ചെയ്യപ്പെടേണ്ട ഇനങ്ങൾ ഗവൺമെന്റിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പയുടെ തിരിച്ചടവ്, ഇൻകം ടാക്സ്, വീട്ടുവാടകയും അനുബന്ധമായവയും, സഹകരണ സ്റ്റോറുകൾക്കും സഹകരണ സൊസൈറ്റികൾക്കും നൽകാനുള്ള തുക, ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ അംഗമാണെങ്കിൽ അതിലേക്കുള്ള വിഹിതവും, ഫാമിലി ബെനഫിറ്റ് സ്കീമിൽ അംഗമാണെങ്കിൽ അതിലേക്കുള്ള വിഹിതവും. ഉപജീവനഭത്തയിൽ നിന്നും കുറവ് ചെയ്യാൻ പാടില്ലാത്ത ഇനങ്ങൾ: ജീവനക്കാരൻ ഉത്തരവാദിയായത് മൂലം സർക്കാരിന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം, ജനറൽ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള അടവ്. ഉപജീവനഭത്തയിൽ നിന്നും ഐച്ഛികമായി കുറവ് ചെയ്യേണ്ട ഇനങ്ങൾ: സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയുടെ പ്രീമിയം, പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകളുടെ തിരിച്ചടവ് എന്നിവ. നിലവിൽ സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന പെൻഷൻ പ്രായം 56 വയസ്സ് പൂർത്തിയാക്കുന്ന മാസത്തിന്റെ അവസാന പ്രവൃത്തി ദിവസം അപരാഹ്നമാണ്. ജനന ദിവസം ഏതൊരു മാസത്തിന്റെയും 1-ാം തീയതിയാണ് വരുന്നതെങ്കിൽ തൊട്ടു മുന്നേയുള്ള മാസത്തിന്റെ അവസാന പ്രവൃത്തി ദിവസമായിരിക്കും വിരമിക്കൽ തീയതി. 1-4-2013 ശേഷം സംസ്ഥാനത്ത് KSR ഭാഗം 3 ബാധകമായിരുന്ന വിഭാഗങ്ങളിൽ സർവീസിൽ പ്രവേശിച്ചിട്ടുള്ളതും ദേശീയ പെൻഷൻ പദ്ധതിയിൽ അംഗമായിട്ടുള്ളതുമായ ജീവനക്കാർ 60 വയസ്സ് പൂർത്തിയാക്കുന്ന മാസത്തിന്റെ അവസാന പ്രവൃത്തി ദിവസം അപരാഹ്നമാണ് വിരമിക്കൽ തീയതി. ജൂലൈ 2-നോ അതിനുശേഷമോ ജനനത്തീയതി വരുന്ന വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള അധ്യാപകർക്ക് പ്രസ്തുത അക്കാദമിക വർഷത്തിന്റെ അവസാന പ്രവൃത്തി ദിവസം വരെ സർവീസിൽ തുടരാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ദീർഘിപ്പിച്ചു നൽകുന്ന കാലയളവ് പെൻഷന് വേണ്ട യോഗ്യ സേവനകാലമായി കണക്കാക്കുന്നതല്ല. ജീവനക്കാർക്ക് അവധിക്ക് അർഹത ഉണ്ടെങ്കിലും അർഹതയുടെ പേരിൽ അവധിക്ക് അവകാശം ഉന്നയിക്കാൻ കഴിയുന്നതല്ല. പൊതു താൽപര്യം മുൻനിർത്തി ഏതുതരത്തിലുള്ള അവധിയും നിരാകരിക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള വിവേചനാധികാരം അവധി അനുവദിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്.
എന്നാൽ അനാവശ്യമായി അവധി നിരാകരിക്കുന്നതിനോ ആവശ്യമില്ലാതെ അവധി അനുവദിക്കുന്നതിനോ ഉള്ള അധികാരം ഇല്ല. അതേപോലെ ഒരു ജീവനക്കാരൻ അപേക്ഷിച്ചിരിക്കുന്ന അവധിയുടെ തരം മാറ്റുന്നതിന് അവധി അനുവദിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരമില്ല. ഒറ്റത്തവണയുള്ള 6 മാസത്തിൽ കൂടുതലായി വരുന്ന ശൂന്യവേതനാവധി അനുവദിക്കാൻ സർക്കാരിന് മാത്രമാണ് അധികാരം. പുതിയതായി നിയമിക്കപ്പെടുന്നവർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ സ്പാർക്കിൽ ചേർക്കുന്നതിനായി ഫോം നമ്പർ 15 പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. ഓരോ ജീവനക്കാരനും കൃത്യസമയത്ത് ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. 3 ദിവസം അനുമതിയില്ലാതെ താമസിച്ചു ഹാജരായാൽ 1 ദിവസത്തെ ആകസ്മികാവധി എന്ന ക്രമത്തിൽ അവകാശപ്പെട്ട അവധി നഷ്ടപ്പെടും. ഒരു കലണ്ടർ വർഷത്തിൽ എത്ര ദിവസം താമസിച്ചു വന്നു എന്നത് പരിഗണിച്ചാണ് ആകസ്മികാവധി കണക്കാക്കുന്നത്. വർഷത്തിന്റെ അവസാനം അനുമതിയില്ലാതെ താമസിച്ചു വന്ന ദിവസങ്ങളുടെ എണ്ണം 3-ൽ കുറവാണെങ്കിൽ അത് വിട്ടുകളയുകയാണ് പതിവ്. സാധാരണ അവധികൾ ആർജിതാവധി, അർദ്ധവേതനാവധി, പരിവർത്തിതാവധി, മുൻകൂർ അവധി, ശൂന്യവേതനാവധി എന്നിവയാണ്. പ്രത്യേക അവധികൾ പ്രത്യേക അവശതാവധി, ആശുപത്രി അവധി, പ്രസവാവധി, പിതൃത്വ അവധി, പഠനാവധി എന്നിവയാണ്. ഓർഡിനറി ലീവുകൾ ജീവനക്കാരന്റെ സർവീസ് കാലയളവിൽ ലീവ് അക്കൗണ്ടിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നവയാണ്. സ്പെഷ്യൽ ലീവുകൾ ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക വിഭാഗം ജീവനക്കാർക്ക് അനുവദിക്കുന്നവയാണ്. ഇവ ജീവനക്കാരന്റെ ലീവ് അക്കൗണ്ടിൽ പ്രത്യേകമായി ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നവല്ല. എന്നാൽ ഏതൊരു ലീവ് സംബന്ധിച്ച വിവരങ്ങളും സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ആർജിതാവധി ജീവനക്കാരൻ ഡ്യൂട്ടിയിൽ ആയിരിക്കുന്ന കാലയളവിലാണ് ഏൻഡ് ലീവ് ആർജിക്കപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ലീവ് സമയത്തോ ഡേസ് നോൺ കാലയളവിലോ ആർജിതാവധി ലഭ്യമാവുന്നതല്ല. വെക്കേഷൻ രഹിത വകുപ്പുകളിലെ ജീവനക്കാർക്ക് 11 ദിവസത്തെ ഡ്യൂട്ടിക്ക് 1 എന്ന നിരക്കിലാണ് ആർജിതാവധി ലഭിക്കുന്നത്. എന്നാൽ സർവീസിന്റെ ആദ്യ വർഷത്തിൽ 22 ദിവസത്തെ സേവനത്തിന് 1 എന്ന നിലയിലാണ് ആർജിതാവധി ലഭിക്കുന്നത്. സർവീസ് 3 വർഷം പൂർത്തിയാക്കുമ്പോൾ ആദ്യ വർഷത്തെ 22-ൽ 1 എന്നത് 11-ൽ 1 എന്ന രീതിയിൽ തന്നെ പുനർനിർണയിക്കപ്പെടുന്നതാണ്. 1/4/2006 മുതൽ ഒരു വർഷം സറണ്ടർ ചെയ്യാവുന്ന ആർജിതാവധിയുടെ എണ്ണം 30 ആണ്. ഒരു ജീവനക്കാരന്റെ ലീവ് അക്കൗണ്ടിൽ സമാഹരിച്ചു വെക്കാവുന്ന പരമാവധി ആർജിതാവധി 300 എണ്ണമാണ്. വിരമിക്കുന്ന ഒരു ജീവനക്കാരന് ടെർമിനൽ സറണ്ടറായി അനുവദിക്കാവുന്ന ആർജിതാവധിയുടെ എണ്ണവും 300 ആണ്. ഒരു ജീവനക്കാരന് ഒറ്റത്തവണയായി എടുക്കാവുന്ന പരമാവധി ആർജിതാവധി 180 ദിവസമാണ്. ജീവനക്കാർക്ക് വിരമിക്കലിനോടനുബന്ധമായി LPR എന്ന രീതിയിൽ എടുക്കാവുന്ന പരമാവധി ആർജിതാവധി 300 ദിവസമാണ്. വെക്കേഷൻ അർഹതയുള്ള വകുപ്പുകളിലെ ജീവനക്കാർക്ക് ആദ്യ വർഷത്തിൽ ആർജിതാവധി ലഭിക്കുന്നതല്ല. ഈ വകുപ്പുകളിലെ ജീവനക്കാർക്ക് 2-ാം വർഷം മുതൽ N/വീണ്ടും 30 എന്ന ഫോർമുല ഉപയോഗിച്ച് അർഹമായ ആർജിതാവധി കണക്കാക്കാവുന്നതാണ്. വെക്കേഷൻ വകുപ്പിൽ നിന്നും വെക്കേഷൻ രഹിത വകുപ്പിലേക്ക് നിയമിതരാകുമ്പോൾ വെക്കേഷൻ വകുപ്പിൽ നിന്നും വെക്കേഷൻ രഹിത വകുപ്പിലേക്ക് മാർച്ച് 31-നോ അതിനു മുൻപോ നിയമിതരാകുന്ന ജീവനക്കാർക്ക് അവസാന വെക്കേഷൻ ദിവസം കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം മുതൽ ആർജിതാവധിക്കായി കണക്കാക്കാം. വെക്കേഷൻ രഹിത വകുപ്പിൽ നിന്നും വെക്കേഷൻ വകുപ്പിലേക്ക് നിയമിതരാകുമ്പോൾ വെക്കേഷൻ രഹിത വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ 30/3/2017 വെക്കേഷൻ വകുപ്പിൽ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചാൽ അദ്ദേഹത്തിന് 31/5/2017 മുതലാണ് ആർജിതാവധിക്കു വേണ്ടി കണക്കാക്കേണ്ടത്.